ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ റീസെൻ്റ്ലി ആട്ടോ കണ്ടത്. ഒരു വീഡിയോ കണ്ടത് പച്ചപ്പുളി രസം. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തായാലും അത് ഉണ്ടാക്കണം കഴിക്കണം എന്നുള്ള ഭയങ്കര ഒരു കൊതി. ഇപ്പോൾ കണ്ടാവില്ല, ചിലത് കണ്ടു കഴിഞ്ഞാൽ വേഗം കഴിക്കാനുള്ള ഒരു കൊതി. അപ്പോൾ ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് വാവ ഉറങ്ങി എണീക്കാനായിട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ. അപ്പം നമ്മുടെ പച്ചപ്പുളി രസം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് പുളിയാണ് കേട്ടോ. അതേ വാളംപുളി ഒരു നാരങ്ങ വലിപ്പത്തിൽ ഞാൻ ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട്. അതിനെ കഴുകിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നല്ലൊന്ന് കുതിർന്ന് കിട്ടിക്കോട്ടെ വെച്ചിട്ട്. ഇതിപ്പോൾ ഞാൻ വറവിലേക്കായിട്ടോ ഞാനൊരു 3 ചെറിയുള്ളി, ഒരു വെളുത്തുള്ളി, വറ്റൽമുളക്, ഇതിലേക്ക് കറിവേപ്പിന് വേണം. അതിൽ കറിവേപ്പില വെക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അതുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ച് ഇതൊക്കെ ഒന്ന് കുത്തിയെടുക്കാനാണ്. കുരുമുളക്, നല്ല ജീരകം, പച്ചമുളക്, അതുപോലെ മല്ലിയില, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളും പിന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് സ്റ്റൗവിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അടുപ്പൊന്നും കത്തിക്കുക അങ്ങനത്തെ ഒരു ആവശ്യമില്ലാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ ഗൈസ്, ഇത് പച്ചമുളക്, മല്ലിച്ചപ്പ് ഇതും കൂടെ നന്നായിട്ടൊന്ന് ഞാൻ ഞവണ്ടി എടുക്കുന്നുണ്ട്. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞരണ്ടി എടുക്കുക. ശകലം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് മിക്സ് ആക്കുമ്പോൾ പുളിയൊക്കെ ഇല്ല, അപ്പോൾ ആവശ്യത്തിന് ആയിട്ടുള്ളൊരു ഉപ്പ് ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുഴച്ച കൈ കൊണ്ട് അങ്ങനെ നന്നായിട്ട് പുളി ചൂടുവെള്ളത്തിലിട്ടേക്കുമ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ മെൽട്ടായി കണ്ട വേഗം അരിഞ്ഞ് നമുക്ക് എടുക്കാം കേട്ടോ പിഴിഞ്ഞിട്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കല്ലിലേക്ക് ഇതായി സാധനങ്ങളൊക്കെ ചേർത്ത് ഇനി നമുക്ക് ഇത്രയും സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണം. ഇതേ നല്ല ജീരകം, കുരുമുളക് ഒക്കെ ഒരു ഇത്തിരി ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതിന്, അതിന് ഇത്തിരി കറിവേപ്പില, അതുപോലെ പച്ചമുളകിൻ്റെ ഇതുപോലെ 2 പച്ചമുളക് എടുത്ത് അതിനൊരു ചെറിയ കഷ്ണം ഞാൻ ചതക്കിനേക്ക് എടുത്തു കേട്ടോ. പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി ഇതൊക്കെ കൂടെ ഒന്ന് നന്നായിട്ട് ഉരലിൽ കുത്തിയെടുക്കുക. ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഈ എല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടത്തെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പണ്ട് ക്ലീൻ ചെയ്യുന്ന കേട്ടോ. പാത്രങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ ചെയ്യും. ഒരു കറി വെച്ചാൽ അതിൻ്റെ കൂടെ 100 പാത്രം ഉണ്ടാവുമല്ലോ. അതാകുമ്പോൾ പെട്ടെന്ന് പണി ചെയ്യണ പോലെ എനിക്ക് തോന്നും. അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യാറ്. നമ്മുടെ ഇതിലേക്ക്, അതായത് പുളിവെള്ളത്തിലേക്ക് പച്ചമുളകും, ഉള്ളി, മല്ലിച്ചപ്പ്, ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഞരണ്ടി വെച്ച വെള്ളത്തിലേക്ക് നമ്മൾ നല്ല ജീരകം, കുരുമുളക്, പച്ചമുളകൊക്കെ കൂടെ ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഞരണ്ടി എടുക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു രുചി. ഞാൻ തിളപ്പിച്ചാറിയ ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ എടുത്തത്. ഇതിൻ്റെ ഒരു മിക്സിങ് എന്ന് പറയുന്നത് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ അത് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ ഈ ഉള്ളി ഇതൊക്കെ ആയാലും. എന്നതിന് ശേഷം ആണ് ഈ അരപ്പും പുളിവെള്ളമൊക്കെ ചേർക്കുന്നത്. അത് തന്നെയാണ്. പിന്നെ ഈ വറവ് എന്നുള്ളത് ഓപ്ഷനിലാട്ടോ. പക്ഷെ ഞാൻ വറവിട്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു 2-3 ചെറിയുള്ളി, അതുപോലെ ഒരു വെളുത്തുള്ളി, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ അതിലേക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തത്. എന്നിട്ട് ഈ വറവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തപ്പം അതും കൂടി ഇതിലേക്ക് ചേർത്തപ്പോൾ എനിക്കൊന്ന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടിയോ എന്നൊരു സംശയം കേട്ടോ. നമുക്കെന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു ഇത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വറവ് ചേർത്തത്. സത്യം പറഞ്ഞ ഒരു കണക്ക് നമ്മളെ രസത്തിനേക്കാൾ നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാണുമ്പോൾ വിചാരിക്കും അയ്യത് ഇങ്ങനെ കുക്ക് ചെയ്യാത്ത രസം എന്നൊക്കെ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഡിഷായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഗൈസ്. അപ്പം നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനകത്ത് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്ന ആകെ ക്വാണ്ടിറ്റിയാണ് കേട്ടോ. അത് ഉച്ചയ്ക്ക് ഞാൻ വേറെയും കഴിക്കും. ഇപ്പോൾ സമയം 11-11:30 ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും പച്ചപ്പുളി രസം ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട. അതിന് വേണ്ടി ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ പച്ചപ്പുളി രസം ഒഴിക്കാം. നല്ല ഉണ്ട്. പച്ചമുളക്, ചെറിയുള്ളിയിൽ ഞാൻ വറവിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം ഇതിൽ സ്പേസ് കുറവാട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഗൈസ് വാവണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടേ. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ തന്നെയാണ്. നമ്മുടെ രസത്തിനേക്കാളും രുചിയുണ്ട് കേട്ടോ. നല്ല ഞാൻ കണ്ടപ്പോൾ വെച്ച് ഇത്ര രസം ഉണ്ടാവില്ല എന്ന്. എന്തായാലും അടിപൊളി കേട്ടോ. വെറുതെ അല്ല, ഇത് ഡൈജഷനൊക്കെ വളരെ നല്ലതാണ്. കഴിക്കുമ്പോഴായാലും നല്ല ടേസ്റ്റ്. എടുത്ത് മതി ചോറിനാ, വേറെ ഒന്നും വേണ്ട. എമ്മി ഇത് ഗൾഫിലുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് ഒരു കറി വേണ്ട, തന്നെ മതി.
സൈഡ് ഡിഷ് ഒന്നും വേണമെന്നില്ല, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നിന്റെ കൈപ്പുണ്യാണോന്ന് അറിയില്ല. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. ഒക്കെ വാവ എണീറ്റു കഴിയുന്നുണ്ട്. അതിൻ്റെ ഇടയിലല്ലേ നോക്കൂ, പച്ചമുളക് ഇതൊക്കെ അങ്ങനെ കടിക്കല്ലോ. എൻ്റെ അച്ഛന് എന്തായാലും ഇഷ്ടം, അച്ഛനും അങ്ങനത്തെയൊക്കെ ഇഷ്ടം. ഒരു നാടൻ രുചി, നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ടാറ്റാ. വാവേ